എന്നെ കത്തിക്കല്ലേ. ചുണ്ടിൽ തിരികെ വച്ചിരുന്ന സിഗരറ്റ് തന്നെ കത്തിക്കാനെടുത്ത ലൈറ്ററിനോട് ദയനീയമായി പറഞ്ഞു. ലൈറ്റർ നിസ്സഹായനായിരുന്നു. നിന്നെ കത്തിക്കാനാണ് ഇവർ പറയുന്നത്, ഞാൻ എന്തു ചെയ്യും കുഞ്ഞെ? അവൾ വേദനയോടെ നിന്ന് കത്തി. ഇവർക്ക് ടെൻഷൻ അടിക്കുമ്പോഴും കൂട്ടുകൂടുമ്പോഴും തന്നെ കത്തിച്ച് പീഡിപ്പിക്കും. ഒരുത്തന്റെ ചുണ്ടിൽ നിന്ന് മറ്റൊരുത്തന്റെ ചുണ്ടിലേക്ക് അവർ മാറി മാറി ആസ്വദിക്കും. അവരുടെ താൽക്കാലിക സുഖത്തിനു വേണ്ടി തന്റെ പിഞ്ച് ജീവിതം തകർക്കാൻ അവർക്ക് എന്തൊരു ആവേശമാണ്. ഞങ്ങളുടെ കൊച്ചു സിഗരറ്റ് പാക്കറ്റ് ഫാമിലിയിലെ എല്ലാവരെയും അവർ ഇല്ലാണ്ടാക്കി. അവളുടെ ശരീരത്തെ മതിയാകുവോളം ആസ്വദിച്ച ശേഷം ശേഷിച്ച ജീവൻ നിലത്തേക്കെറിയപ്പെട്ടു. നിലത്ത് വീഴുമ്പോൾ അവൾ കണ്ടു തൻ്റെ കൂടപ്പിറപ്പുകളുടെ കത്തിക്കരിഞ്ഞ് ബാക്കിയായ ഉടലുകൾ ചേതനയേറ്റ് കിടക്കുന്നത്. പീഡനത്തിൻ്റെ തെളിവുകൾ ബാക്കിയാകാതിരിക്കാൻ അവളുടെ കുറ്റി ശരീരത്തിനെ അവർ ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ചു. അവസാന ശ്വാസം വിട്ടുപോകും മുമ്പ് അവൾ അലറി പറഞ്ഞു, ഞങ്ങളെ കത്തിച്ച് പീഡിപ്പിച്ചവരൊക്കെ ക്യാൻസർ വന്ന് തുലഞ്ഞു പോകും. ഒരു സിഗരറ്റിന്റെ നെഞ്ച് പൊട്ടിയുള്ള പിറാക്കാണ്. അതെ, സിഗരറ്റിന്റെ ശാപം അത്രയ്ക്ക് തീഷ്ണമായിരുന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.